നവീൻ ബാബുവിന്റെ ഈ മരണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അത് പോലീസ് എന്തൊക്കെ പറഞ്ഞാലും കോടതികൾ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് ദുരൂഹതയുണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. അപ്പോൾ ഇതില് ഇപ്പോൾ ശരിയായ ഒരു അന്വേഷണം ഇതിനകത്ത് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയിട്ടുണ്ട്. ആ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണം ഒരു ശരിയായ അന്വേഷണമാണ്. മൊഴിയൊക്കെ ആളുകളുടെ എല്ലാം എടുത്തു, എല്ലാ തെളിവുകളും എടുത്തിട്ട് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പോലല്ല നടത്തിയേക്കുന്നത്. സ്വതന്ത്രമായൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഒരു റിപ്പോർട്ട് ഹാജരാക്കിയിട്ടുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വെളി വന്നിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പി ദിവ്യ നടത്തിയ വാദങ്ങളെല്ലാം അതിൽ പൊളിയാണ്. പി ദിവ്യ ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അതിലേ അങ്ങോട്ട് പോയി കേട്ടോ, കാല് തെറ്റി അങ്ങ് അവിടോട്ട് കയറിപ്പോയി. ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ വഴിയെ കൂടെ നടന്നു പോകായിരുന്നു, കാല് തെറ്റി അങ്ങ് കയറിപ്പോയതാണ് എന്നുള്ള രീതിയിലാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഇത് അറിയാതെ അർത്ഥത്തിൽ അവിടെ ചെന്ന് പോയപ്പോൾ ഞാൻ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. നേരെ മറിച്ച് അങ്ങനെയല്ല, ഇത് കളക്ടറെ പല പ്രാവശ്യം വിളിച്ച് ചോദിച്ചു, റെഡിയാക്കി ശരിയാക്കി വളരെ ആസൂത്രണത്തോടു കൂടി അവിടെ ചെന്നതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് കാണുന്നത്, വെളിവാകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വളരെ ആസൂത്രണത്തോടു കൂടി അവിടെ ചെല്ലുന്നു. മാത്രമല്ല അവരെ അനുധാവനം ചെയ്യാനായിട്ടുള്ള ആളുകളെയും വിളിച്ചുകൊണ്ടാണ് പോയേക്കുന്നത്. അതായത് ഇതിൻ്റെ എല്ലാം എടുത്ത് റെക്കോർഡ് ചെയ്ത് എടുത്ത് ആ നാട്ടുകാരെ മുഴുവൻ കാണിക്കണ്ടേ അതിനുവേണ്ടി. കാരണം ഈ നവീൻ ബാബുവിനെ അവിടെ ഇരുന്ന് ചീത്ത പറയുന്നതെല്ലാം മുഴുവൻ ലോകത്ത് ഒരുപാട് പേരെ കേൾപ്പിക്കാനുണ്ട് അവർക്ക്, ഈ സ്ത്രീക്ക്. അങ്ങനെ ഒരു ചാനലിന്റെ ആളുകളെയും വിളിച്ചോണ്ട്, ഒരു പ്രൈവറ്റ് ചാനലിന്റെ ആളുകളെയും വിളിച്ചോണ്ടാണ് പോകുന്നത്. ക്യാമറമാനെയും കൊണ്ടാണ് പോകുന്നത്. അവിടെ വന്നു, ഇവരവിടെ വന്നിരുന്നു. വളരെ ആദ്യം അങ്ങോട്ട് ചിരിച്ചു തുടങ്ങി. നവീൻ ബാബുവിനെ ഉള്ള തെറി മുഴുവൻ പറഞ്ഞു, അനാവശ്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു. അയാൾ കൈക്കൂലിക്കാരനാണ്, എങ്ങനെയൊക്കെ അയാളെ ആക്ഷേപിക്കാമോ ഒരു മനുഷ്യനെ അത് മുഴുവൻ ആക്ഷേപിച്ചു. കളക്ടർ അടുത്ത് മൂക്കും പിടിച്ചുകൊണ്ട് അടുത്തിരുന്നു. കാരണം കളക്ടർക്ക് ചിരിയാണ്, സഹിക്കാൻ വയ്യക്ക്. മൂക്കും പൊത്തി പിടിച്ച് അയാളിങ്ങനെ ഇരിക്കുകയാണ്, ഇതുകൊണ്ടിരുന്നു. അപ്പൊ ഇരുന്ന് കേട്ടു, പറഞ്ഞ് ചീത്തയും പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, പോവാന്നും പറഞ്ഞു പോയി. ഇതാണ് ആ റിപ്പോർട്ടിനകത്തുനിന്ന്. യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ടിൽ ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ആസൂത്രണം, മുൻകൂട്ടി ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞ ഈ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രണം എന്ന് പറയുന്നത് ഒരാൾക്ക് തന്നെത്താൻ ചെയ്യുന്ന ഒരു കാര്യമല്ലത്. ആസൂത്രണം എന്ന് പറയുന്നത് ഗൂഢാലോചന എന്നുള്ളതിന്റെ ഒരു വകുപ്പാണ് ഈ ആസൂത്രണം എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ആസൂത്രണം എന്ന് പറഞ്ഞ യഥാർത്ഥ ഗൂഢാലോചന തന്നെയാണ്. കാരണം ഇത് ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആളിന്റെ പമ്പിന് വേണ്ടിയാണ് ഈ ചെയ്തതെന്നൊക്കെ അല്ലേ പറഞ്ഞേക്കുന്നത്. എന്നാൽ ഈ പമ്പ് ആർക്ക് വേണ്ടിയാണെന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ വെളിവായിട്ടില്ല. അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു വസ്തുതയല്ലേ ഇതില് ഒന്നുമില്ല. കാരണം ഈ പ്രശാന്തൻ എന്ന് പറയുന്ന അയാൾക്ക് ഒരു കാരണവശാലും ഇതുപോലൊരു പെട്രോൾ പമ്പ് സ്ഥാപിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളല്ല. ഇതിന്റെ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും വളരെ പണച്ചെലവുണ്ട്. അപ്പൊ അതൊന്നും മീറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളല്ല ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആള്. ഇനി അയാളുടെ പേര് അയാൾക്ക് തന്നെ അറിഞ്ഞൂടാ, പ്രശാന്തൻ എന്നാണോ പ്രശാന്തൻ എന്നാണോ എന്ന് അയാൾക്ക് അറിയാൻ വയ്യ. ആ രീതിയിലാണ്. അയാള് ഒരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അത് കള്ളപ്പരാതിയാണെന്ന് നേരത്തെ തന്നെ വെളിയിൽ വന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇതെന്താ അത് ഹൈക്കോടതി ശ്രദ്ധിക്കാഞ്ഞൊന്നും എനിക്കറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണവും വന്നിട്ടില്ല. അതായത് അയാള് ഈ പമ്പിന് വേണ്ടി കൊടുത്ത ഇതിന്റെ കൈക്കൂലി വാങ്ങിച്ചെന്നും ഒക്കെ പറഞ്ഞ ഒരു പരാതി കൊടുത്തല്ലോ. ഈ പരാതിയെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. ഈ പരാതി കൊടുത്ത ആരുടെ കയ്യിലാണ്? അതായത് AKG സെന്ററിലുള്ള അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ ആണ് ഈ പരാതി ഇതുപോലെ റെഡിയാക്കി കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇയാളുടെ പേരും വ്യത്യാസമാണ്, ഇയാളുടെ ഒപ്പും വ്യാജമാണ്. അപ്പൊ അതിനുവേണ്ടി ഇയാൾ എന്താ പിന്നെയും പറഞ്ഞ എന്താണെന്നറിയോ? അയാൾ പറഞ്ഞത് ഞാൻ പല ഒപ്പിടുന്നു, അയാൾക്ക് ഒന്നിലധികം ഒപ്പുണ്ടെന്ന്. അതിപ്പോ എനിക്കത് കേട്ടപ്പോ തോന്നുന്നത്, ഓലക്ഷ നിന്റെ അച്ഛൻ ഇപ്പോഴും മറ്റേ രാമൻ തന്നെയല്ലേ എന്നൊരാൾ ചോദിക്കുന്ന എന്നുള്ളത് പോലെ തന്നെ ആണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ അതേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. അപ്പൊ ഇങ്ങനെ ഈ രീതി പറയുന്ന ആളാണ് അയാള്. എന്നിട്ട് അയാൾ പിന്നെയും മാറി പറയുന്നുണ്ട് അയാള് ഇങ്ങനെ പരാതി അവസാനം കൊടുത്തിട്ടില്ല, ആ പരാതി കൊടുത്തിട്ടില്ല, കേട്ടുകേഴ്വിയാണെന്നാണ് പോലീസിന്. ഇത് കേട്ടുകേഴ്വിയൊന്നും കണ്ടുകേഴ്വിയൊന്നും അല്ല. ഈ പരാതി കൊടുത്തെന്നുള്ളത് വളരെയധികം പുറത്തു വന്നേക്കുന്ന കാര്യമാണ്. അപ്പൊ അത്
പരാതി കൊടുത്തെന്ന് പറഞ്ഞേക്കുന്നത് ദിവ്യ തന്നെ പറയുന്നുണ്ടല്ലോ. അത് ആ രീതിയിലാണ് അത്. പക്ഷെ ബെയിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഇത് കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ട് വെളിവാക്കില്ല. അതങ്ങ് പോലീസ് അങ്ങ് എടുത്തു. എന്നിട്ട് കേട്ടുകേഴ്വിയാണ് ഇപ്പം. അങ്ങനെ സംഭവമില്ല എന്നുള്ള രീതിയിലാണ് ഇതുപോലെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പോയിട്ട് കാര്യമില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ കൺകറന്റ് ഫൈൻഡിങ്സ് അല്ലേ, അത് കാരണം ഒരു ശകലം ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. കാരണം ഇവിടെ ഒരു സിംഗിൾ ജഡ്ജ് ആദ്യം തള്ളി, അതിൻ്റെ പുറത്ത് ഡിവിഷൻ ബെഞ്ച് കൊടുത്തു, അതും തള്ളി. അപ്പോൾ കൺകറന്റ് ഫൈൻഡിങ്സിൽ സാധാരണഗതിയിൽ സുപ്രീം കോടതി ഇത് ഇങ്ങനെ ഒരു ഇത് അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. പക്ഷേ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത കേസുകളും ഉണ്ട്. അത് ഇതിനെ രണ്ടിനെയും തിരിച്ചു വച്ചേക്കുന്ന കേസുകളും ഉണ്ടായിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് സാധ്യത ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ അത് നോക്കണം, തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കണം. അപ്പം ഈ റിപ്പോർട്ട്, അതായത് ഇപ്പോൾ ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഈ റിപ്പോർട്ടുണ്ടല്ലോ, സത്യസന്ധമായ ഈ റിപ്പോർട്ട് അതിന് ഒരുപാട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി നടത്തിയ ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ നിന്ന് ആധികാരികമായിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ വെളിവായിട്ടുണ്ട് എന്ന് കോടതിയെ ധരിപ്പിക്കാവുന്നതാണ്, അത് ചെയ്യാവുന്നതാണ്. കാരണം അത് ചെയ്താൽ അതിന് കുറെ കൂടെ അതിന് സാങ്ക്ടിറ്റി കുറെ കൂടെ കൂടുതൽ കിട്ടും. അതാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ അത് പ്രയോജനം ഇല്ലെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ കളക്ടറുടെ റോള് യഥാർത്ഥത്തിൽ ശരിയായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ? കളക്ടറുടെ കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടറെ, സർക്കിൾ ഇൻസ്പെക്ടറെ, DYSP വിട്ടു കഴിഞ്ഞാൽ കളക്ടറുടെ റോള് എന്തായിരുന്നു എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു IPS റാങ്കി കുറഞ്ഞ ഒരാളെ കൊണ്ട് അത് അന്വേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു സീനിയർ IPS ഓഫീസർ അന്വേഷിക്കേണ്ട കാര്യമാണ് കളക്ടറുടെ റോള്. അല്ലാതെ വേറെ ഇവരാരും അന്വേഷിക്കാൻ പറ്റത്തില്ല കളക്ടർ. കാരണം അവർ കളക്ടറുടെ കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥരാണ്. അവരെങ്ങനെയാ കളക്ടറെ കുറിച്ച് അന്വേഷിക്കുന്നത്? പിന്നെ കളക്ടറുമായിട്ട് ഒരടുപ്പവും ബന്ധവും ഇല്ലെന്ന് നവീൻ ബാബുവിന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റേ സ്റ്റാഫൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. യാതൊരു കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഒരു ബന്ധവും ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ആണ് പുറത്തു വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലൊന്നും അല്ല, അത് ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നേരെ മറിച്ച് ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ശരിയായ രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ റിപ്പോർട്ട് വഴിയും വരുന്നുണ്ട്. നവീൻ ബാബുവിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണം. പോയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ മരിക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അയാൾക്ക് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രാൻസ്ഫർ നാട്ടിലേക്ക്, പത്തനംതിട്ടയിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കളക്ടർ, അതാണ് ഞാൻ പറഞ്ഞ അയാളുടെ റോൾ അന്വേഷിക്കേണ്ടതാണെന്ന്, പകരക്കാരൻ വരാതെ ഇയാളെ റിലീവ് ചെയ്യത്തില്ലെന്ന്. വളരെ ബുദ്ധിമുട്ടായി അയാൾക്ക്. അങ്ങനെ മനസ്സോടുകൂടിയാണ് അവിടെ പിന്നെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം അയാളെ ഹരാസ് ചെയ്ത ഒരാൾ പറയുകയാണ്, അയാളുടെ അടുത്ത് നിന്നിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം തെറ്റുപറ്റിപ്പോയി കേട്ടോ, എനിക്ക് ഇത് അതായത് ഈ പെട്രോൾ പമ്പിന്റെ പെർമിഷൻ കൊടുക്കാൻ താമസിച്ചു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തെന്നും അയാൾക്കൊരു തെറ്റുപറ്റിപ്പോയെന്ന് അയാൾ പറഞ്ഞെന്നും വളരെ വലിയ കള്ളത്തരമാണ് അയാൾ പറഞ്ഞത്, കളക്ടർ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരന്വേഷണം അതിനെക്കുറിച്ച് നടക്കുന്നില്ല. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഇതിന് ഒരു താമസം വന്നിട്ടില്ല. ഈ പെർമിഷൻ കൊടുക്കുന്നതിന് യാതൊരു താമസവും വന്നിട്ടില്ല. നവീൻ ബാബുവിന്റെ ഭാഗത്തും താമസമൊന്നും വന്നിട്ടില്ല. രണ്ടാമതൊരു റിപ്പോർട്ട് വീണ്ടും വാങ്ങിയിട്ടാണ് നവീൻ ബാബു ഇത് കൊടുക്കുന്നത്. പിന്നെ ഇതിന് കൈക്കൂലി കൊടുത്തതായിട്ട് അയാൾ ഒരു കൈക്കൂലി വാങ്ങിയതിന് ഒരു തെളിവുമില്ല, കൈക്കൂലി കൊടുത്തതിന് തെളിവില്ല. ഇതും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷൻ റിപ്പോർട്ടിലുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ പറയുമ്പോൾ ഈ കളക്ടർ പറയുന്നത് ശുദ്ധ കളവാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ പക്ഷേ അയാൾക്കൊക്കെ നല്ല പിടിപാടുണ്ട്. പാവപ്പെട്ട നവീൻ ബാബുവിനും അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും ആരും ഇല്ല. അതാണ് പ്രശ്നം കേട്ടോ. അവർക്ക് ആരുമില്ല. അവര് ഈ പൊളിറ്റിക്കലായിട്ടുള്ള സപ്പോർട്ടെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാണ് ആദ്യമൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ നിന്നത്. പിന്നെ മനസ്സിലായി അവരെ ഈ സപ്പോർട്ട് കിട്ടും എന്നുള്ള ധാരണയിലില്ല. ആടിനെ കുഴ കാണിച്ച് കൊണ്ടു നടക്കുമല്ലോ, അതുപോലെ കൊണ്ടു നടന്നതാണ് എന്നവർക്ക് മനസ്സിലായപ്പോഴാണ് അവർ കോടതിയെ, ജുഡീഷ്യറിയെ സമീപിക്കാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ അതും ഫലപ്രാപ്തിയിലെത്തിയില്ല.
അതൊക്കെ ഒരു ഭാഗ്യദോഷം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഈ കളക്ടറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അടുപ്പമില്ല. കളക്ടറുമായിട്ട് യഥാർത്ഥത്തിൽ അഭിപ്രായ ഭിന്നതയിലായിരുന്നു. ഈ കളക്ടർ അദ്ദേഹത്തെ ഒരുപാട് ഹരാസ് ചെയ്തിരുന്നു. അതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, വെളിയാവുന്ന കാര്യമാണ്. അതുപോലെ കളക്ടർക്ക് ദിവ്യ അവിടെ വന്നത് അറിയാൻ പാടില്ലായിരുന്നു, നേരത്തെ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞു, വിളിച്ചു ചോദിച്ചപ്പോൾ വരണ്ടെന്ന് പറഞ്ഞത്. അങ്ങനൊന്നും അല്ല. അയാൾക്ക് ഈ സ്ത്രീ ഇയാളെ ആക്ഷേപിക്കാൻ വരുന്ന വിവരം അയാൾക്ക് നന്നായിട്ട് അറിയാം. അതറിഞ്ഞുകൊണ്ടാണ് അയാൾ അവിടെ ഇരുന്ന് വളരെ ആസ്വദിച്ച് റെഡിയാക്കി വിട്ടത്. ഒരു ചെറിയ ചിരിയോടുകൂടി വളരെ സുഖിച്ചിരുന്നതാണ് അയാൾ. പക്ഷേ അങ്ങനെ അയാളെ വെറുതെ വിടാൻ പാടില്ലാത്തതാണ്. എന്നിട്ടും അയാൾക്കെതിരെ ഒരു അന്വേഷണമില്ല. യഥാർത്ഥത്തിൽ വളരെ സങ്കടകരമായ കാര്യം.